ആരാടോ ഈ കാന്തപുരം? അയാൾ എന്തുണ്ടാക്കാനാണ്? യമനികൾക്ക് എന്ത് കാന്തപുരം? ഇവിടെ ഇന്ത്യൻ ഗവൺമെൻറ് പോലും നിസ്സഹായരായപ്പോൾ വാർഡ് മെമ്പർ പോലും അല്ലാത്ത കാന്തപുരത്തിന് എന്ത് കാര്യം? എന്തൊക്കെ ബഹളമായിരുന്നു. കരച്ചിലൊക്കെ നിർത്തി ഒന്ന് കണ്ണ് തുടച്ച് നോക്കുമ്പോഴേക്ക് കണ്ട വാർത്ത മറ്റൊന്നാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിട്ടുണ്ട്. അതും ആദ്യമായി അറിയിക്കുന്നത് യമൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ലെറ്റർ പേഡിൽ കാന്തപുരം ഉസ്താദിന്. എന്താലേ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനല്ല, ഒരു വ്യക്തിക്കാണ് ലെറ്റർ അയക്കുന്നത്. നീട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊരു അത്ഭുതമാണ്. അതെ, കാന്തപുരം അത്ഭുതം തന്നെയാണ്. അതൊരു മഹാപ്രസ്ഥാനമാണ്. ഇന്നലെ പൊട്ടിമുളച്ചതല്ല. കാലങ്ങളുടെ അധ്വാനം, പരിശ്രമം ആ വിജയത്തിന് പിന്നിലുണ്ട്. എല്ലാവരും കല്ലെറിഞ്ഞു, കൂക്കി വിളിച്ചു, മഹാനവറുകളെ 6-ാം നൂറ്റാണ്ടിലേക്ക് പറഞ്ഞയക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്നും നമ്മുടെ ഈ നൂറ്റാണ്ടിലും പുതു ജനറേഷന് പോലും, ന്യൂ ജനറേഷൻ ആളുകൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തിടത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മഹാമനീഷി. ഈ വിമർശിച്ച ആളുകളൊക്കെ തിരുത്തി പറയുന്ന രീതിയിൽ ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ഇന്നും അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ്. ഉസ്താദ് ആദ്യമേ പറഞ്ഞു, അഭിനന്ദനങ്ങൾക്ക് വേണ്ടിയല്ല, ക്രെഡിറ്റിന് വേണ്ടിയല്ല. ഞാൻ ഒരു ഇന്ത്യൻ പൗരനായ മറ്റൊരാൾ ബുദ്ധിമുട്ടുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതിലിടപെടണമെന്ന് തോന്നി, എന്നെക്കൊണ്ടാകും വിധം ചെയ്തു. എന്തൊരു സുന്ദരമായ വാക്കുകളാണത്. മതേതരത്വ ഇന്ത്യ നശിച്ചിട്ടില്ല, നശിക്കുകയുമില്ല. അതെത്ര ഭരണാധികാരികൾ മാറി വന്നാലും, ആരൊക്കെ ഇവിടെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാലും, അത് എന്നും ഈ ഭൂമി ലോകത്ത് ഇന്ത്യയിൽ അതൊരു വികാരമായി, ഇന്ത്യ എന്ന ഒരു വികാരം ആളിക്കത്തിക്കൊണ്ട് തന്നെ എന്നും നിലനിൽക്കും. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. എന്തൊരു സുന്ദരമാണിത്. തൻ്റെ ജാതിയോ മതമോ തൻ്റെ പ്രത്യയശാസ്ത്രമോ ഒന്നും അംഗീകരിക്കാത്ത, ഒന്നിനെയും മുഖവിലക്കെടുക്കാത്ത, അതിലൊന്നും വിശ്വസിക്കാത്ത ആളുകളെപ്പോലും മഹാനായ കാന്തപുരം ഉസ്താദ് പലവട്ടം രക്ഷിച്ചതും ഇടപെട്ടതും, പല ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നപ്പോൾ അവർക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ഹൃദ്യമായ മറുപടികൾ നൽകിയതും പലരും അനുഭവം കുറിച്ചത് നമുക്ക് കാണാം.